മുത്തങ്ങയിലെ നരവേട്ട സിനിമയായപ്പോൾ അതിലെ നായക കഥാപാത്രത്തിൻ്റെ പേര് വർഗീസ് എന്നായതിൽ ഒട്ടും യാദൃശികതയില്ല. അതൊരു ഓർമ്മപ്പെടുത്തലാണ്. ആ പേരും അത് പേറുന്ന ഓർമ്മകളും രാഷ്ട്രീയ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളും ആരംഭത്തിൽ തന്നെ പറഞ്ഞു വെക്കുന്ന സിനിമ കൂടിയാണ് നരിവേട്ട. കുട്ടനാട്ടുകാരനായ ഒരു സാധാ തൊഴിലന്വേഷിയും കരിയർ സ്വപ്നവുമുള്ള ഒരു പോലീസ് കോൺസ്റ്റബിൾ എന്നതിനുമപ്പുറം പേരുകൊണ്ട് തന്നെ സിനിമയിൽ ആരാണ് അയാൾ എന്ന് അടയാളപ്പെടുത്തുന്നു ടൊവിനോ തോമസ് അവതരിപ്പിച്ച വർഗീസ് പീറ്റർ. ടൊവിനോയുടെ കരിയറിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു കഥാപാത്രം. തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുടയിൽ നിന്നുള്ള ഒരു യുവാവ്. ജീവിതത്തിൽ ഉപജീവനത്തിനായി അയാൾ ആദ്യം തിരഞ്ഞെടുത്തത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആയിരുന്നു. പക്ഷേ ഇന്ന് മലയാള സിനിമയുടെ ഏറ്റവും ശ്രദ്ധേയരായ നായക നടന്മാർക്കൊപ്പമാണ് അയാളുടെ സാന്നിധ്യം. നിരന്തരമായ കഠിനാധ്വാനമുണ്ട് ടൊവിനോ തോമസിൻ്റെ ഈ കരിയർ വിജയത്തിന് പിന്നിൽ. പ്രഭുവിൻ്റെ മക്കളിൽ തുടങ്ങിയ അഭിനയ ജീവിതം നരിവേട്ട വരെ എത്തിയതിനു പിന്നിൽ ആഗ്രഹങ്ങൾക്ക് പിന്നാലെ മടുക്കാതെ ഓടിയ ഒരു ചെറുപ്പക്കാരൻ്റെ നീണ്ട കഥയുണ്ട്. നരിവേട്ടയിലെ വർഗീസ് പീറ്റർ ഒരു ആംഡ് പോലീസ് ഓഫീസറാണ്. ഭൂമിക്ക് വേണ്ടിയുള്ള വയനാട്ടിലെ ആദിവാസി സമൂഹത്തിൻ്റെ സമരം അടിച്ചമർത്താൻ നിയോഗിക്കപ്പെട്ട ഒരാൾ. കാർക്കശ്യവും അന്തർമുഖത്വവും ഒരുപോലെ കൈകാര്യം ചെയ്യേണ്ട ഒരു കഥാപാത്രം. പുറം കാഴ്ചയിൽ ശക്തനായ ബലവാനായ ഒരു പോലീസുകാരൻ, പക്ഷേ ഉള്ളിൽ സൗമ്യനായ മറ്റൊരാൾ. ടൊവിനോയുടെ കരിയറിൽ തന്നെ ഇത്തരമൊരു കഥാപാത്രം ആദ്യമാണ്. വലിയ വഴിത്തിരിവ്. കൺമുന്നിൽ അരങ്ങേറുന്ന അധികാര ദുർഗങ്ങളോട് വിയോജിപ്പുണ്ട് അയാൾക്ക്. പക്ഷേ പോലീസ് പണി കൊണ്ട് അയാൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അതാണ് വർഗീസ് പീറ്റർ. ഇതുപോലെ ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്ന നിരവധി കഥാപാത്രങ്ങൾ ടൊവിനോ നമുക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്. നഷ്ടപ്രണയത്തെ അതിൻ്റെ ഏറ്റവും മനോഹരമായ രീതിയിൽ അവതരിപ്പിച്ച എന്ന് നിന്റെ മൊയ്തീനിലെ അപ്പു. അധിക സമയം സ്ക്രീനിൽ ഇല്ലാത്ത ഒരു കഥാപാത്രം. എന്നിട്ടും അത്രയും ശക്തമായ പ്രകടനം കൊണ്ട് പെരുമ്പറമ്പിൽ അപ്പു ഇപ്പോഴും ഓർമ്മിക്കപ്പെടുന്നു. പാരമ്പര്യത്തിൻ്റെ മേലാളൻ പ്രിവിലേജ് കൊണ്ട് കീഴാള മനുഷ്യരെ നിരന്തരം ആക്രമിക്കുന്ന കളയിലെ ഷാജി. ദൃഢമായ ശരീരവുമായി ഭീകരത നിറയുന്ന മൗനവും കൊണ്ട് ഷാജി നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. കരുത്തുറ്റ ആ കഥാപാത്രത്തിലൂടെ പക നിറഞ്ഞ അയാളുടെ മനസ്സ് ടൊവിനോ വരച്ചു കാട്ടുന്നുണ്ട്. ഗോദയിലേക്ക് എത്തുമ്പോൾ നിഷ്കളങ്കനായ ഒരു ചെറുപ്പക്കാരൻ്റെ വേഷമാണ് ടൊവിനോയ്ക്കുള്ളത്. ആഞ്ജനേയദാസ്. കൗമാരത്തിൻ്റെ തമാശകളും അലസതകളുമെല്ലാം നിറയുന്ന ഒരു കഥാപാത്രം. രസകരമായ ഒരു കോമിക് ഫ്രെയിമിൽ നിന്ന് ആരംഭിക്കുന്ന ആഞ്ജനേയദാസിൻ്റെ കഥ ക്ലൈമാക്സിനോടടുക്കുമ്പോൾ ടൊവിനോയുടെ പ്രകടനം കൊണ്ട് മറ്റൊരു തലത്തിലേക്ക് ഉയരുന്നുണ്ട്. 2018 നാട് വെള്ളത്തിൽ മുങ്ങുമ്പോൾ, സ്വന്തം ഗ്രാമം അപകടത്തിലാകുമ്പോൾ രക്ഷകനാകുന്നൊരു യുവാവ്. അനൂപ് എന്ന ഈ കഥാപാത്രത്തിലൂടെ സാധാരണക്കാരൻ്റെ ഹീറോയിസത്തെ ടൊവിനോ ഏറ്റവും മികച്ച രീതിയിൽ പ്രേക്ഷകരുടെ മുന്നിലെത്തിച്ചു. മിന്നൽ മുരളി ഒരു സർപ്രൈസ് ഹിറ്റായിരുന്നു. മലയാള സിനിമയുടെ സൂപ്പർ ഹീറോ സ്വപ്നം ടൊവിനോയുടെ ശരീരത്തിലൂടെയാണ് പൂർണ്ണരൂപം പ്രാപിക്കുന്നത്. ഒരു ഗ്രാമത്തിൻ്റെ രക്ഷകനാകുന്ന ഒരു ചെറുപ്പക്കാരൻ ആ നാടിൻ്റെ സൂപ്പർ ഹീറോയാകുന്നു. മലയാളത്തിൻ്റെ ആദ്യത്തെ സൂപ്പർ ഹീറോ. അങ്ങനെ നിരവധി അനവധി വേഷങ്ങൾ. ഇതെല്ലാം കടന്നാണ് നരിവേട്ടയിലെ വർഗീസ് പീറ്ററായി ടൊവിനോ എത്തുന്നത്. ക്രൂരതയും കരുണയും ഒരുപോലെ അവതരിപ്പിക്കുന്ന അപൂർവ നടൻ. ഭരണകൂടം ഒരു ജനതയെ എങ്ങനെ ചിതറിച്ചു എന്നതിൻ്റെ മുത്തങ്ങ സമരത്തിൻ്റെ നേർസാക്ഷ്യമായി മാറുന്നുണ്ട് നരിവേട്ട. സ്ത്രീകളും കുഞ്ഞുങ്ങളും ഉൾപ്പെടെ നിരവധി പേർ ക്രൂരമർദ്ദനത്തിനിരയായ മുത്തങ്ങ സമരം. മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് മുത്തങ്ങ സമരത്തെ തീവ്രവാദമാക്കിയ കേരള ചരിത്രത്തിലെ ആ കറുത്ത ദിനങ്ങളെ സ്ക്രീനിലെത്തിക്കുന്ന നരിവേട്ടയിലെ സമാനതകളില്ലാത്ത വേഷമാണ് വർഗീസ് പീറ്ററിൻ്റേത്. ഒരു ദേശം മറന്നുവെച്ച ചരിത്രത്തിൻ്റെ കറുത്ത അധ്യായങ്ങൾ നരിവേട്ട വീണ്ടും തുറക്കുമ്പോൾ പിഴവുകളൊന്നുമില്ലാതെ വർഗീസ് പീറ്റർ എന്ന കഥാപാത്രത്തിൻ്റെ പൂർണ്ണത ഉൾക്കൊണ്ട് അസാമാന്യ ധൈര്യത്തോടെയാണ് ടൊവിനോ വർഗീസ് പീറ്റർ ആകുന്നത്. ടൊവിനോയുടെ കരിയറിലെ തന്നെ ഏറ്റവും ഉത്തരവാദിത്വം ആവശ്യപ്പെട്ട പ്രകടനവും ഒരുപക്ഷെ വർഗീസ് പീറ്ററിൻ്റേതായിരിക്കും. വ്യക്തിയും സിസ്റ്റവും തമ്മിലുള്ള അതിർവരമ്പ് എവിടെ തെറ്റുന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കുറിക്കുന്നുമുണ്ട് വർഗീസ് പീറ്റർ. ഇനിയും പല വേഷങ്ങളിലും പല കാലത്തും അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരിക്കും ടൊവിനോ തോമസ്. ഓരോ കഥാപാത്രങ്ങളിലൂടെയും പുതിയൊരു മനുഷ്യനെ കാഴ്ചവെക്കുന്ന ടൊവിനോ മലയാളത്തിൽ ഇനിയും തുടരട്ടെ.